പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ഉപ്പുംപാടത്ത് ഞായറാഴ്ച പുലർച്ചെ 5:30യോടെയാണ് ദാരുണമായ സംഭവം. ഉപ്പുംപാടത്ത് താമസിക്കുന്ന ചന്ദ്രികയാണ് മരിച്ചത്. ഭർത്താവ് രാജനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തോലനൂർ സ്വദേശികളായ ഇവർ 2 ആഴ്ചയായി ഉപ്പുംപാടത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. വീട്ടിനകത്ത് വെച്ച് പരസ്പരം വഴക്കിട്ടതിനിടെ രാജൻ ചന്ദ്രികയെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഇതിനുശേഷം രാജൻ സ്വയം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. കുടുംബ വഴക്കിനെ തുടർന്ന് രാജൻ പലപ്പോഴായി ഭാര്യയെ പരിക്കേൽപ്പിച്ചിരുന്നു. താഴത്തെ നിലയിലാണ് ഇവർ പരസ്പരം വഴക്കിട്ടത്. ശബ്ദം കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും താഴെയെത്തിയ മകളാണ് അച്ഛനും അമ്മയും ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രികയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. രാജന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനു മുമ്പും ചന്ദ്രികയെ ആക്രമിച്ചിട്ടുണ്ടെന്നും ചന്ദ്രികയെ കുത്തിയ ശേഷം രാജൻ സ്വയം കുത്തിയതാകാമെന്നും അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു. 1.5 വർഷം മുമ്പ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. ഇന്ന് പുലർച്ചെ ഒരു 5:45 എൻ്റെ വീട് തൊട്ട് തന്നെയാണ്. ഈ സംഭവം നടന്നതിൻ്റെ തൊട്ട വീട്ടിലുള്ള പ്രശാന്ത് ഒരു 5:45 എന്നെ വിളിക്കുന്നത്. തൊട്ട വീട്ടിൽ ഇങ്ങനെ ഒരു സൗണ്ട് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, ഒരു കരച്ചിലുണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് അവർ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നത്. വാതിൽ തുറക്കുമ്പോൾ അവരുടെ രാജൻ പറയുന്ന ആളെ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. കിടക്കുമ്പോൾ ഈ വയറ്റിൽ 2 മാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ സ്വാഭാവികം നമ്മൾ അതേ ഉള്ളതുകൊണ്ട് ഒരു ഓട്ടോ വരാൻ പറഞ്ഞു. ഓട്ടോ വന്നു. ഓട്ടോ വരുമ്പോഴാണ് പറയുന്നത് ഒരു അമ്മയും കൂടി ഉണ്ട് എന്നുള്ളത് പറയുന്നത്. പിന്നെ അപ്പോൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അമ്മ ആ ചുമര് ചാരി ഇരിക്കണം. അങ്ങനെ ബ്ലഡായിരുന്നു ഫുള്ളായിട്ട്. ഞാൻ അപ്പോഴാണ് അകത്ത് കയറി നോക്കുന്നത്. കയറി നോക്കുമ്പോൾ അവിടെ എങ്ങനെ ബ്ലഡ് തളം കെട്ടി കിടക്കുക. അപ്പോൾ അതൊരു കണ്ടപ്പോൾ എനിക്ക് ശരിയായി തോന്നിയില്ല. അപ്പോൾ നേരെ ആംബുലൻസിന് വരാൻ പറയും. പിന്നെ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആംബുലൻസ് വന്നു. പിന്നെ അവരുടെ ഒരു റിലേഷൻ കൂടി ഉണ്ടായിരുന്നു. അവരും കൂടി നേരെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്.